ടു കുലൂസ് വേൾഡ്. സോ ഇന്ന് നമ്മൾ പോകുന്നുള്ളത് ഒരു ഫാമിലി മീറ്റപ്പിനാണ്. KMCCയുടെ 1ാം വാർഷികത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ഫാമിലി മീറ്റപ്പായിരുന്നു കബ്ദിലുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതൊരു 1 ഡേ സ്റ്റേ എന്ന് പറയാം. ലൈക്ക് തേഴ്സ്ഡേ നൈറ്റ് പോയിട്ട് ഫ്രൈഡേ ഈവനിങ് ആകുമ്പോൾ തിരിച്ചു വരുന്നൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട.
ചെറുതായിട്ട് ഒരു അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സമയം നിങ്ങൾ കണ്ടത് ഓരോ ആൾക്കാരും അവരുടെ ടാലൻസ് കാണിച്ചതായിരുന്നു. പിന്നെ അവിടെ എന്ന് പറയാൻ പുറത്തായിട്ടൊരു ദിവാന പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളിനൊരു പ്ലേസ് ഉണ്ടായിരുന്നു. പിന്നെ കിഡ്സിന് പ്ലേ ചെയ്യാൻ പറ്റിയ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ ഗെയിംസ് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ മെയിലിനുള്ള ഒരു ഗെയിമായിരുന്നു നടന്നുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് വെച്ചാൽ സൈമൺ സേസ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയും എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഗെയിം ബേസിക്കലി എങ്ങനെയെന്ന് വെച്ചാൽ അവരിപ്പോൾ സൈമൺ സേസ് ചേർത്ത് ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് ചെയ്യണം. അത് പറയാതെ ചെയ്താൽ നമ്മൾ ഔട്ടാവും. അതാണ് ഈ ഗെയിമിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ സൈമൺ സേസ് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കണം. ഇനിയിപ്പോൾ ജസ്റ്റ് സ്റ്റാൻഡപ്പ് പറയുകയാണെങ്കിൽ നമ്മൾ നിന്നാൽ നമ്മൾ ഔട്ടാവും. അപ്പോൾ സൈമൺ സേസിനൊരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് KMCC കൂട്ടിയിട്ടായിരുന്നു. അപ്പോൾ KMCC ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞാൽ അവർ ഹാൻഡ് റൈസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഗെയിം ഗൈഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ സ്വന്തം ഉസ്താദാണ് കേട്ടോ. ആ താത്തിയാരെല്ലാം പോയിക്കോ. ആ ജില്ലാ പ്രസിഡന്റ് ആദ്യം പുറത്തുപോയി. ഒരു മിനിറ്റ് ദയവായി എല്ലാവരും സഹകരിക്കണം. അങ്ങനെ തെറ്റ് പറ്റിയിട്ട് എല്ലാവരും നോക്കാനുള്ള പ്രയാസമുണ്ട്. ഇതിലെല്ലാവരും സത്യസന്ധത കാണിക്കണം പ്ലീസ്. എടുത്ത് അല്ല ഒരു കാര്യം ചെയ്യും. നിക്ക് ലാസ്റ്റ് ഫൈൻ ഒന്നും കൂടെ ആര് ടെൻഷൻ അടിക്കട്ടെ. അല്ലല്ല ഇനി ആ കാര്യം ഞാൻ പറയാം. ഒരു മിനിറ്റ്. കൈ പൊക്കുന്ന പറയുമ്പോൾ എന്റെ ആക്ഷൻ കൂടെ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? ആക്ഷൻ കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, എനിക്ക് ചാൻസ് ഇല്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, വേറെ ആരും സംസാരിക്കാൻ പാടില്ല. അതിന് ഒരാൾ കൈ പൊക്കി കൈ താഴ്ത്തി. നിങ്ങൾ ആരും മിണ്ടരുത്. മിണ്ടിയാൽ ഔട്ടാണ്. മിണ്ടിയാൽ ഔട്ട്. എന്ത് ചെയ്യാൻ പാടുള്ളൂ അല്ല. ഇപ്പൊ തുടങ്ങാൻ പോണേ തുടങ്ങിയാ പറയാൻ വേണം. അപശബ്ദങ്ങൾ ആരുണ്ട്? ഇപ്പൊ കുറെ ആൾ അവൻ പൊക്കി അങ്ങനെ പറഞ്ഞാൽ അവർ ഔട്ടാണ്. എല്ലാവരും അവരവരെ കാര്യം ശ്രദ്ധിക്കാം. നല്ല സമ്മാനമുണ്ട് ജില്ലാ കമ്മിറ്റി ഒരുക്കി വെച്ചിട്ട്. ഓക്കെ, സൈമൺ സിസി അല്ല, എന്റെ ഐഡിയ ഞാൻ പലതും ചെയ്യും. നിങ്ങൾ ഔട്ടാക്കാണ് എന്റെ കടമ. അപ്പൊ ഞാൻ പലതും ചെയ്യുന്നു നോക്കണം. നമ്മളെ ഗെയിമിന്റെ പേര് KMCC ആണ്. KMCC രണ്ടേയും താക്കും. നമ്മൾ സ്വയം ഒഴിവാകാം. സൈമൺ ഒരു കൈ താക്ക്, രണ്ടേ താക്ക്. ഒരു കൈ താത്തി. മുണ്ടിയാൽ ഔട്ട്. അപ്പോൾ ഈ ഒരു ഗെയിം കോർസമിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം. മെയിൽസിന് ഇവർ മിഠായി പെറുക്കൽ മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ലൈനായി നിൽക്കുക പ്ലീസ്.
കളക്ട് ചെയ്തവരൊക്കെ ലൈനാ നിൽക്കല്ലേ, ക്യൂ പാലിക്കും, എല്ലാവരും ക്യൂ നിൽക്കുക, ക്യൂ പാലിക്കോ പ്ലീസ്. ഇപ്പോൾ അവർക്ക് ക്യാൻഡീസിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഓരോ ലൈൻ ചെയ്തിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ക്യാൻഡീസിൽ കൗണ്ട് ചെയ്യേണ്ടത്, എന്നിട്ട് ഏറ്റവും കൂടുതൽ ക്യാൻഡീസ് കിട്ടിയ ആളാണല്ലോ വിന്നർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ലൈൻ നിന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പരിപാടി ഇവർ ആദ്യം കിഡ്സിനും നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് സാദിനാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സലീം 13, മോദിയും ബയാർ 13. വിസറിന്റെ കഥ പറഞ്ഞാട്ടേ മുഖപുത്തി സുലൈഖപ്പു ബീവി കണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു ഇത്. ഇവിടെ ഈ ഒരു വലിയ കയറ് കാണുന്നില്ലേ, വലിയ റോപ്പ്, അത് ഇവർ വടംവലിക്ക് വെച്ചതാണ്. ടഗ് ഓഫ് വാർ ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ടഗ് ഓഫ് വാർ ഇവർ ആദ്യം മെയിലിന് നടത്തി, എന്നിട്ട് ഇവരത് കിഡ്സിനും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിഡ്സിൻ്റെ ബോയ്സ് ഒരു ടീമും ഗേൾസ് ഒരു ടീമുമായിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഗേൾസിനായിരുന്നു കേട്ടോ ഫസ്റ്റ് പ്രൈസ്. പിന്നെ ഈ വടംവലിക്ക് മെയിൽ കാറ്റഗറിയിൽ അവർ ഓരോ ടീംസ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 ടീംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് കളി ജയിക്കുന്നവരാരെ അവർക്ക് പ്രൈസ്, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തതാണ്. ടീം റെഡി, കമ്പ റെഡി. വീണ്ടും അതാ വമ്പൻ കിങ്കനെ അനീഫ് പാലായി, ആരിസ് മുക്കുന്തല, ഹസൻ ബല്ല. ടീം റെഡി, കൊമ്പ റെഡി, ചെമ്പ റെഡി, ടേപ്പ് ഡ്രോപ്പ്. Best of 3. Best of 3. Team ready? Combat ready? Champion ready? Referee ready? Double up! അപ്പോൾ ഈ വടംവലിയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് ഉണ്ടായിരുന്നത് ഈ ഓരോ ടീംസിൻ്റെ പേരായിരുന്നു. 4 ടീംസായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് 4നും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള പേരായിരുന്നു അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒന്ന് വമ്പൻ, പിന്നെ ഒന്ന് ഡിങ്കൻ, പിന്നെ ഒന്ന് ചമ്പൻ, പിന്നെ ഒന്ന് കൊമ്പൻ. അങ്ങനെ 4 പേരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു.
അപ്പോൾ ഇതായിരുന്നു കേട്ടോ അവിടുത്തെ ലാസ്റ്റ് ഗെയിം. അതിനു മുമ്പ് കുറേ ഗെയിംസൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയ അന്ന് നൈറ്റ് ഉണ്ടായിരുന്നത് ബോൾ പാസിങ് ഗെയിം, അങ്ങനത്തെ ഗെയിംസ് നൈറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ പോയിട്ട് ആകെയുള്ളൊരു വിഷമം എന്ന് വെച്ചാൽ എനിക്ക് സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം ഭയങ്കര തണുപ്പായതുകൊണ്ട് ആരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ആരും ഇറങ്ങാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ പുറത്ത് തന്നെ ഒരു ബേർഡ്സിൻ്റെ ഒരു കേജും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോയി അന്നുണ്ടായ ഒരു ക്ലൈമറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രീസിങ് കോൾഡായിരുന്നു. ടു ബി ഓണസ്റ്റ് ഭയങ്കര തണുപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. രാവിലെയൊക്കെ 4 ഡിഗ്രി 3 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരുന്നു അവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻ. നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ 2-3 ജാക്കറ്റ്സ് ഇട്ടിട്ട് വരെ നമുക്ക് തണുത്ത് വിറക്കായിരുന്നു. പിന്നെ ഒരു 10 o'clock ആ സമയമൊക്കെ രാവിലെ ഒരു ഉച്ചയാവാനായ സമയത്തൊക്കെ കുറച്ച് ഡിഗ്രി ഇങ്ങനെ കുറഞ്ഞൊരു കൂടിയിട്ട് കുറച്ച് ഒരു 10 ഡിഗ്രി 15 ഡിഗ്രി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു, എന്നാലും നല്ല തണുപ്പൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്ന വേറെ ഗെയിം എന്ന് വെച്ചാൽ ബോട്ടിൽ ഫ്ലിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡിസ്റ്റൻസിൽ ഒരു ബോട്ടിൽ പ്ലേസ് ചെയ്യും. പിന്നെ നമ്മളെ കയ്യിൽ 2 ബോൾ തരും. നമുക്കൊരു 2 ചാൻസാണെന്നുള്ളത്. ആ ബോട്ടിലിന് നമ്മൾ ബോൾ എറിഞ്ഞിട്ട് വീഴ്ത്തണം. ആരാന്ന് വീഴ്ത്തുന്ന ഓർക്ക് പ്രൈസ്. അപ്പോൾ ആ ഗെയിമിൽ സെക്കൻഡ് കിട്ടിയത് എനിക്കാണ് കേട്ടോ. അപ്പോൾ വടംവലിൻ്റെ ഏറ്റവും ഫൈനൽ മത്സരമാണ് ഇവിടെ നടക്കുന്നുള്ളത്. അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് ഗെയിം. ബെസ്റ്റ് ഓഫ് 2, ബെസ്റ്റ് ഓഫ് 3, ടീം വമ്പൻ മല്ലന്മാരുടെ രാജാക്കൾ. അപ്പോൾ ഇപ്പോൾ ഒരു പ്രൈസ് കൊടുക്കുന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, ടഗ് ഓഫ് വാർ വടംവലിയിൽ ഗേൾസിൻ്റെ ടീം ജയിച്ചു എന്ന്. അപ്പോൾ അവർക്കുള്ള പ്രൈസായിരുന്നു. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ഗേൾസിനും അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫൈസൽ CH ആണ് കമ്പവലി ടീമിനുള്ള സമ്മാനം നൽകുന്നത്. ആരിസ് മുട്ടന്തല കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്റെ പകരം വെക്കാനില്ലാത്ത പ്രസിഡന്റ് ഹാരിസ് മുട്ടുതല, അദ്ദേഹമാണ് കമ്പവലിക്കുള്ള സമ്മാനം നൽകുന്നത്. മൊയ്തു ചിത്താരി മണ്ഡലത്തിന്റെ വൈറ്റ് കാർഡ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.